Hello everyone, welcome to a new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പേരാണ് മാനേജ്മെന്റ് അപ്രോച്ചസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് അപ്രോച്ചസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൽ വരുന്ന കുറച്ച് അപ്രോച്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു 7 അപ്രോച്ചസിനാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ. Resources are limited in every country and need to be used wisely. ഇപ്പൊ നമ്മൾ എല്ലാ കൺട്രീസിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഹ്യൂമൻ റിസോഴ്സ് വരാം, നോൺ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ റിസോഴ്സസ് എല്ലാം അടങ്ങുന്നതാണ് ഈ റിസോഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറി. സോ ഇൻ എവറി കൺട്രി റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആർക്കും ഒരുപാട് ഓവർ ആയിട്ടുള്ള റിസോഴ്സ് ഒന്നും അവൈലബിൾ അല്ല. സോ ഉള്ള റിസോഴ്സസിനെ വളരെ പ്രോപ്പർ ആയിട്ട് വൈസ് ആയിട്ട് മിനിമലി യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എഡ്യൂക്കേഷണൽ പ്ലാനിങ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസിന് നമുക്ക് വളരെ ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. സോ ഒരു പ്ലാനിങ് എപ്പോഴും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. It involves distributing resources based on educational priorities and economic needs. നമ്മുടെ ഇക്കണോമിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രയോറിറ്റീസ് എന്തൊക്കെയാണോ, ഇതിനെല്ലാം അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വേരിയസ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷണൽ പ്ലാനിങ്. സോ ഈ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസോഴ്സ് അപ്രോച്ചസിനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ അതിന്റെ പേര് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്, മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച്, കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച്, സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച്, റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച്, ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപോളേഷൻ അപ്രോച്ച് ആൻഡ് ഫൈനലി ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡൽ. ഈ മോഡൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ അപ്രോച്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് 1 by 1 ആയിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകും. സോ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിലാണ് ഈ അപ്രോച്ചസ് എല്ലാം വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. Educational planning is the process of making decisions for future actions to achieve preset objectives within the limited resource. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലിമിറ്റഡ് റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, നമുക്ക് ഓൾറെഡി കുറച്ച് എഡ്യൂക്കേഷൻ ആവുമ്പോൾ നമുക്കറിയാം സിസ്റ്റത്തിന് ഒരു പ്രീസെറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഓൾറെഡി കുറച്ച് ടാർഗറ്റ് ആൻഡ് ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻ ഇവർക്ക് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിലോട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസും കുറച്ച് ഫ്യൂച്ചർ ആക്ഷൻസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഈ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാം. Okay, that is educational planning. Planning became prominent in economic development and later extended to education, health and social sector. ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ആദ്യം ഇതിന് ഇമ്പോർട്ടൻസ് കണ്ടു തുടങ്ങിയത് ഇക്കോണമിക് ഡെവലപ്മെന്റ് ഉള്ള സമയത്താണ് കേട്ടോ. എന്താ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കൺട്രിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റീജിയൺ എന്തൊക്കെ ആവശ്യമുണ്ട്, നമ്മുടെ കൺട്രിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ഇക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് പ്ലാനിങ് വളരെ പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായിരുന്നു. പിന്നീടാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം എഡ്യൂക്കേഷനും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും സോഷ്യൽ സെക്ടേഴ്സിനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കിയതും. ഈ പ്ലാനിങ് എഡ്യൂക്കേഷനിലെല്ലാം വരാൻ കാരണം ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇവർക്ക് മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണ്. ഇറ്റ് ഇൻവോൾവ്സ് റാഷണൽ ആൻഡ് സിസ്റ്റമാറ്റിക് അനാലിസിസ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് എഡ്യൂക്കേഷൻ ഇൻ അലൈൻമെന്റ് വിത്ത് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് സ്റ്റുഡൻസ്.
അതായത് നമ്മുടെ എഡ്യൂക്കേഷനെ നമ്മുടെ സൊസൈറ്റിയുടെ ആവശ്യം അനുസരിച്ചിട്ട് അല്ലെ, നമ്മുടെ കുട്ടികളുടെ നീഡ് അനുസരിച്ചിട്ട് എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എഡ്യൂക്കേഷണൽ പ്ലാനിങ് നമ്മുടെ സമൂഹത്തിൽ വരാൻ തുടങ്ങിയത്. ഫിലിപ്പ്, he is an expert, in 1969 defines educational planning as applying analysis to develop education in response to societal needs. നമ്മുടെ സൊസൈറ്റിന്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫിലിപ്പ് ഇൻ 1969 അഭിപ്രായപ്പെട്ടത്. ഇനി നമ്മൾ പറഞ്ഞ അപ്രോച്ചസിലോട്ട് കടക്കുകയാണ്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നതാണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്. ഓരോ ഹെഡിങ്ങും ശ്രദ്ധിക്കുക. ആ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് അതിൽ എന്താണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ ലഭിക്കും കേട്ടോ. സോ സോഷ്യൽ ഡിമാൻഡ് അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. എഡ്യൂക്കേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി എ കൺസ്യൂമർ ഗുഡ്. എന്താ കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ എഡ്യൂക്കേഷനെ കൊണ്ട് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് സാധ്യമാവണം അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ബെനിഫിറ്റ് എഡ്യൂക്കേഷനെ കൊണ്ട് ഉണ്ടാവണം. എന്തൊക്കെയായിരിക്കും എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പേഴ്സണൽ ബെനിഫിറ്റ്? നോളേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്, നമുക്ക് നല്ല സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ലൊരു സ്റ്റേറ്റസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണമെങ്കിൽ അല്ലെ, ഭാവിയിൽ നല്ലൊരു ഒരു ഫ്യൂച്ചർ, ഒരു ബെറ്റർ ജോബോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹയർ ഇൻകം എല്ലാം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ബേസിക് ആയിട്ട് ആവശ്യമാണ്? നല്ലൊരു എഡ്യൂക്കേഷൻ ആവശ്യമാണ്. സോ ബെറ്റർ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുകയുള്ളൂ. സോ നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന്, നമ്മുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനെല്ലാം നമുക്ക് എന്താവശ്യമാണ്? എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എഡ്യൂക്കേഷൻ എപ്പോഴും കൺസ്യൂമർ ഗുഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ടു ഓൾ ക്വാളിഫൈഡ് സ്റ്റുഡൻസ്. ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ്? എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിരിക്കണം അല്ലെ. ഒരു കുട്ടിക്കും എഡ്യൂക്കേഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതിനാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ദ പബ്ലിക് ഡിമാൻഡ് ഫോർ എഡ്യൂക്കേഷൻ, നോട്ട് ഇക്കോണമിക് ഓർ എംപ്ലോയ്മെന്റ് നീഡ്സ്. ഈ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിന്റെ ഒരു പ്രത്യേകതയാണ് ഇത്. ഇവിടെ പബ്ലിക് ഡിമാൻഡിന്റെ, പബ്ലിക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെ, പബ്ലിക് ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ വേണമെന്നാണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ എക്കണോമിക് നീഡിനെയോ അല്ലെങ്കിൽ തുടർന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു എംപ്ലോയ്മെന്റ് നീഡിനോ ഒന്നും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പബ്ലിക് ഡിമാൻഡ് ഫോർ എഡ്യൂക്കേഷൻ എന്താണോ അതിനെയാണ് സോഷ്യൽ ഡിമാൻഡിൽ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് വാസ് റെക്കമെൻഡഡ് ബൈ ദ റോബിൻസ് കമ്മിറ്റി റിപ്പോർട്ട് ഇൻ UK ആൻഡ് യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് വെൽ. ആദ്യമായിട്ട് ഈ ഒരു അപ്രോച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു റോബിൻ കമ്മിറ്റി റിപ്പോർട്ട് UK വെച്ച് നടന്നപ്പോഴാണ്. പിന്നീട് ഇന്ത്യയിലും ഈ ഒരു അപ്രോച്ചിന് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് സോഷ്യൽ ഡിമാൻഡ് ആ ഒരു വേർഡിൽ തന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഇതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. എസ്റ്റിമേറ്റ് ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ഫിനിഷ് സ്കൂൾ. ഈ ഒരു അപ്രോച്ചിലൂടെ നമുക്ക് എത്ര കുട്ടികൾ സൊസൈറ്റിയിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്കൂളിനെ നമ്മൾ ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സ്കൂളിൽ എത്ര കുട്ടികൾ എന്താണ് സ്കൂളിംഗ് ഫിനിഷ് ചെയ്യും എന്നുള്ള ഒരു എസ്റ്റിമേഷൻ നമുക്ക് ലഭിക്കും. എസ്റ്റിമേറ്റ് ഹൗ മെനി വിൽ അപ്ലൈ ഫോർ കോളേജ്. എത്ര കുട്ടികൾ സ്കൂൾ കംപ്ലീറ്റ് ചെയ്യും, അതിൽ എത്ര കുട്ടികൾ കോളേജിലോട്ട് അപ്ലൈ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു എസ്റ്റിമേഷൻ ലഭിക്കും. എസ്റ്റിമേറ്റ് ഹൗ മെനി ഷുഡ് ബി അഡ്മിറ്റഡ്, ഡിസൈഡ് ദ കോഴ്സ് ലെങ്ത് ആൻഡ് ഡ്യൂറേഷൻ. എത്ര കുട്ടികൾ എന്താണ് തുടർ പഠനത്തിന് അഡ്മിറ്റ് ചെയ്യും, അതുപോലെ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, കോഴ്സ് ഡ്യൂറേഷൻ എന്താണ്, കോഴ്സ് ലെങ്ത് എത്രത്തോളം ഉള്ളതായിരിക്കണം, എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു അപ്രോച്ചിലാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഡിഗ്രി ഒരു 3 ഇയർ കോഴ്സ് ആണ്. ഇപ്പൊ അതൊരു മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ മേ ബി അതൊരു 4 ഇയർ കോഴ്സ് ആയിരിക്കും. സോ ഓരോ കോഴ്സിന്റെ ലെങ്ത്തും അതിന്റെ ഡ്യൂറേഷൻസും എല്ലാം ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. എത്ര കുട്ടികൾ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്യുകയും കോളേജിലോട്ട് അഡ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യും എന്നുള്ള ഒരു എസ്റ്റിമേഷനും ഈ ഒരു അപ്രോച്ചിലൂടെ ലഭിക്കും കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്. ഈ ഒരു സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചസിന്
ചില അഡ്വാൻറ്റേജ് വരുന്നുണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജും വരുന്നുണ്ട്. ഈ ഒരു ഫോളോയിങ് 3 ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ്സ് ഗുഡ് ഫോർ മീറ്റിംഗ് ദ ജനറൽ പബ്ലിക് എഡ്യൂക്കേഷണൽ നീഡ്. നമ്മൾ പറഞ്ഞു നമ്മുടെ പബ്ലിക്കിന്റെ എഡ്യൂക്കേഷൻ നീഡാണ് ഈ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ പബ്ലിക്കിന്റെ ആവശ്യാനുസരണം എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഹെൽപ്പ് പ്ലാനേഴ്സ് ഐഡന്റിഫൈ എഡ്യൂക്കേഷണൽ ഡിമാൻഡ്, അല്ലെ? നമ്മുടെ സൊസൈറ്റീന്റെ ഡിമാൻഡ് എന്താണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഡിമാൻഡ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പ്ലാനറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. സോ പ്ലാനറിന് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ഇൻ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ്, അല്ലെ? ഇപ്പോ ഒരുപാട് ടീച്ചേഴ്സിന് അവൈലബിൾ അല്ല, ഒരു ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സൊസൈറ്റിയിലാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലായിരിക്കും ഈ ഒരു സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എപ്പോഴും യൂസ്ഫുൾ ആവുന്നത്. നമുക്ക് വളരെ അധികം എന്താ പറയാ ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മേ ബി ഈ ഒരു സോഷ്യൽ ഡിമാൻഡ് വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. സോ ലിമിറ്റഡ് റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിലായിരിക്കും ഇത്തരം അപ്രോച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്? ഇറ്റ് ഡസൻ കൺസിഡർ ദ ആക്ച്വൽ എക്കണോമിക് നീഡ്സ് ഓർ ജോബ് മാർക്കറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ആക്ച്വലി നമുക്ക് കറന്റ്ലി എന്താണോ നമ്മുടെ എക്കണോമിയുടെ ആവശ്യം, അല്ലെങ്കിൽ എക്കണോമിക് നീഡ് എന്താണോ, നമ്മുടെ ജോബ് മാർക്കറ്റ് എന്താണോ, ഇതിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു സൊസൈറ്റീന്റെ എഡ്യൂക്കേഷണൽ നീഡിനെ മാത്രമാണ് ഈ അപ്രോച്ചിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എക്കണോമിക് നീഡ് എന്താണോ, ജോബ് മാർക്കറ്റ് എന്താണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു കൺസിഡറേഷനും ഈ ഒരു പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിൽ ഇല്ല. നോ കൺട്രോൾ ഓവർ ഹൗ ഗ്രാജുവേറ്റ്സ് വിൽ ബി അബ്സോർബ്ഡ് ഇൻ ടു ജോബ്സ്. ഒരുപാട് കുട്ടികൾ എന്താണ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങി വരും, അല്ലെ? ഇവർക്ക് എല്ലാവർക്കും ജോബ് വേണ്ടേ? ജോബ് മാർക്കറ്റിനെ കുറിച്ചിട്ട് ഒരു കൺസിഡറേഷനും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഐഡിയ പറയാൻ പറ്റില്ല ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എല്ലാം ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഈ കാര്യത്തിൽ ഒരു കൺട്രോളും ഇല്ല. മേ ലീഡ് ടു അൺഎംപ്ലോയ്മെന്റ് എമംഗ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇഫ് സപ്ലൈ എക്സീഡ്സ് ഡിമാൻഡ്. നമുക്കൊരു ഡിമാൻഡ് ഉണ്ടായിരിക്കും, അല്ലെ? ഇപ്പൊ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇത്ര ആവശ്യങ്ങള്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലോട്ട് ഇത്ര ആവശ്യം, നമുക്ക് എപ്പോഴും ഒരു ഡിമാൻഡ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഡിമാൻഡിന് എക്സീഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് യൂത്ത് പഠിച്ചിറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് ഇതിന്റെ മറ്റൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിൽ പറയാനുള്ളത്. കമ്മിങ് ടു ദ സെക്കൻഡ് അപ്രോച്ച്, മാൻ പവർ അപ്രോച്ച്, അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അപ്രോച്ച്, അല്ലെ? ദ എയിം ഈസ് ടു ഫോക്കസ് ഓൺ മാൻ പവർ നീഡ്സ് ഓഫ് ദ ഇക്കോണമി ഓഫ് എ പർട്ടിക്കുലർ കൺട്രി ഓർ അറ്റ് എ ഗ്ലോബൽ ലെവൽ. നമുക്ക് എത്ര നമ്മുടെ ഇക്കോണമിക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ കൺട്രിക്ക് എത്ര മാൻ പവർ ആവശ്യമാണ് എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് മാൻ പവർ അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മുടെ കൺട്രിക്ക് എത്ര മാൻ പവറിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇനീഷ്യലി ഇവരുടെ ഫോക്കസ്. സ്റ്റേറ്റ്സ് ദാറ്റ് മാൻ പവർ ഇസ് ചേഞ്ചബിൾ and can be customized according to social, technical and economic development of the society. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി ഓരോ ദിവസവും ഡെവലപ്ഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെ? ടെക്നിക്കൽ ഡെവലപ്മെന്റ് ഒരുപാട് വരുന്നുണ്ട്, ഇക്കോണമിക് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ സൊസൈറ്റീന്റെ ആവശ്യം അനുസരിച്ചിട്ട് മാൻ പവറിനെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഈ മാൻ പവർ അപ്രോച്ചിൽ പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു റൈറ്റ് പേഴ്സൺ അല്ല ഒരു റൈറ്റ് പൊസിഷനിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാൻ പവറിനെ ചേഞ്ച് ചെയ്യാൻ കഴിയൂലേ, കസ്റ്റമൈസ് ചെയ്യാൻ കഴിയില്ലേ? അയാളെക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ ഒക്കെ ലഭിച്ച നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ആ ഒരു സീറ്റിലോട്ട് നിയമിക്കാവുന്നതാണ്, അല്ലെ? സോ മാൻ പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എപ്പോഴും ചേഞ്ചബിൾ ആണ്. അത് നമുക്ക് നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ്, സൊസൈറ്റീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് manpower. Next, developing manpower is most forceful, significant and active function of the educational system of any nation. ഏതൊരു നേഷന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിലും അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഡെവലപ്പിംഗ് മാൻ പവറിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെ? മാൻ പവർ ഡെവലപ്പ് ചെയ്യുക, കൂടുതൽ മാൻ പവറിനെ ക്രിയേറ്റ് ചെയ്യുക, എപ്പോഴും അതൊരു സ്ട്രെങ്ത് തന്നെയാണ് ആ ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം.
This concept is to supply the economic system with qualified personnel required at all level. അപ്പൊ ഈ ഒരു മാൻ പവർ അപ്രോച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഇക്കണോമിക് സിസ്റ്റത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ എല്ലാ ലെവൽസിലും, അല്ലെ, ഓരോ ലെവലിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ കൊടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു മാൻ പവർ അപ്രോച്ചിന്റെ കൺസെപ്റ്റ്. This approach focuses on vocationalization of education and other ideas such as skill-based education and multiple educational courses, leading to fulfillment of manpower requirements of the nation. നമ്മുടെ നേഷന് ഒരുപാട് മാൻ പവർ റിക്വയർമെന്റ് ഉണ്ടായിരിക്കും, അല്ലെ? സോ ഈ ഒരു അപ്രോച്ച് പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുന്നത് വൊക്കേഷണലൈസേഷൻ ആണ്. എന്താ വൊക്കേഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ? സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെ? നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു തിയറട്ടിക്കൽ അപ്രോച്ചിൽ നിന്നും മാറി തിയറട്ടിക്കൽ നോളേജ് മാത്രം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്താൽ മതിയോ? ഇല്ല. ഇപ്പോൾ എല്ലാ സ്കൂളുകളും ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദയർ സിസ്റ്റം, അല്ലെങ്കിൽ അവരുടെ പഠനത്തിനോടൊപ്പം തന്നെ കാർപെൻട്രി, ഇലക്ട്രിക്കൽ വർക്ക്സ്, ഇത്തരമെല്ലാം എന്താ പറയാ, ടൈലറിങ്, ഇങ്ങനത്തെ ഒരുപാട് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൊക്കേഷണലൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മാൻ പവർ അപ്രോച്ചും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇനി മാൻ പവർ അപ്രോച്ചിൽ വരുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്പ് നമ്പർ 1, ഐഡന്റിഫൈ ഫ്യൂച്ചർ ജോബ് റിക്വയർമെന്റ്സ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ്. ഓരോ ഫീൽഡിലും, അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡ്, പിന്നെ നമ്മുടെ മെഡിക്കൽ ഫീൽഡ്, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് ഫീൽഡ്, ഇത്തരം ഡിഫറെന്റ് ഫീൽഡ്സിലൊക്കെ എന്തൊക്കെ ഫ്യൂച്ചർ ജോബ് റിക്വയർമെന്റ്സ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്യുക. ഭാവിയിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വരും, ഹോസ്പിറ്റൽ മേഖലയിൽ ഇനി ഒരുപാട് ജോബ് റിക്വയർമെന്റ് ഭാവിയിൽ ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ സ്റ്റഡി ആദ്യം തന്നെ നടത്താൻ സാധിക്കും. ഡിസൈഡ് ഹൗ മെനി ട്രെയിൻഡ് പീപ്പിൾ വിൽ ബി നീഡഡ്. എത്രത്തോളം ട്രെയിൻഡ് പീപ്പിൾ നമുക്ക് ഫ്യൂച്ചറിലോട്ട് ആവശ്യമായിട്ട് വരും എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. അഡ്ജസ്റ്റ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ടു പ്രൊഡ്യൂസ് ദാറ്റ് നമ്പർ. അപ്പോൾ ഫ്യൂച്ചർ ജോബ് റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള മാൻ പവറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ അവരുടെ ബേസിക് ആയിട്ട് തന്നെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ആ ഒരു മേഖലയിലോട്ട് എത്രത്തോളം ആളുകളെ നിയമിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ വരും. സോ ഫ്യൂച്ചർ ബെനിഫിറ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഭാവിയിലോട്ട് ആ ഒരു നമ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എസ്റ്റിമേറ്റ് റിസോഴ്സ് ലൈക്ക് ടീച്ചേഴ്സ്, ബിൽഡിങ്സ് ആൻഡ് മെറ്റീരിയൽസ് നീഡഡ്. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യാല്ലേ, ഇപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് എത്ര ആവശ്യം വരും എന്നുള്ള ഒരു കണക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സ് വേണ്ടി വരും, ഇപ്പൊ എത്ര ടീച്ചിങ് സ്റ്റാഫ്സിനെ വേണ്ടി വരും, എത്ര ബിൽഡിങ്സ് ഈ ഒരു കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം വേണ്ടി വരും, എന്തൊക്കെ ബാക്കി മെറ്റീരിയൽസ് വേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു എസ്റ്റിമേഷൻ എടുക്കാൻ സാധിക്കും. ഫോർകാസ്റ്റ് ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ക്വാളിഫൈ ആൻഡ് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ. എത്ര കുട്ടികൾ എഡ്യൂക്കേഷൻ ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ 10th എത്ര പേര് പാസ്സാവും, 12th എത്ര പേര് പാസ്സാവും, എഡ്യൂക്കേഷൻ എത്ര പേർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഓൾറെഡി ഒരു ഫോർകാസ്റ്റിംഗ് ചെയ്യാനെല്ലാം ഈ ഒരു മാൻ പവർ അപ്രോച്ചിൽ സാധിക്കും. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആണ് പറയാൻ പോകുന്നത്. ഹെൽപ്സ് അവോയ്ഡ് അൺഎംപ്ലോയ്മെന്റ് ബൈ ലിങ്കിങ് എഡ്യൂക്കേഷൻ വിത്ത് ജോബ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ, ഭാവി മുൻകൂട്ടി കണ്ട് ഇപ്പൊ തന്നെ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എന്തായാലും നമുക്ക് ഭാവിയിൽ ആ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള, ജോലി ഇല്ലായ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഗൈഡ്സ് ഗവൺമെന്റ് ടു മേക്ക് യൂസ്ഫുൾ എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഫ്യൂച്ചർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ കുറച്ച് എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്യാൻ സാധിക്കും. ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഗവൺമെന്റിന് പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എൻകറേജ് സ്റ്റുഡൻസ് ടു പർസ്യൂ കോഴ്സസ് ദാറ്റ് ലീഡ്സ് ടു ജോബ്. ജോലി ലഭിക്കുന്ന കോഴ്സസ് കിട്ടാനായിട്ട് കുട്ടികളെ നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കും, അല്ലെ? നമുക്ക് നമ്മളെ കുട്ടികളോട് പറയാം, ഭാവിയിൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യത കൂടുതലാണ് എന്നുള്ള തരത്തിൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ എൻകറേജ്മെന്റോ കൊടുത്തുകൊണ്ട് ഒരു ജോബ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മാൻ പവർ അപ്രോച്ച്?
അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഈ ഒരു അപ്രോച്ചിന് വരുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ക്ലിയർ ഗൈഡൻസ് ഫോർ എവറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് പ്രൈമറി ഓർ സെക്കൻഡറി. നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷനും ജോബും ലിങ്ക് ചെയ്യാണല്ലോ, അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എഡ്യൂക്കേഷൻ ആകുമ്പോൾ നമുക്കറിയാം പല ലെവൽസ് ഉണ്ട്. പ്രൈമറി ലെവൽ വരുന്നുണ്ട്, മിഡിൽ ലെവൽ വരുന്നുണ്ട്, സെക്കൻഡറി ലെവൽ വരുന്നുണ്ട്. സോ ഈ പ്രൈമറി ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല ഈ ഒരു അപ്രോച്ചിൽ. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഇഗ്നോർസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, ഫോക്കസിങ് ഓൺലി ഓൺ എഡ്യൂക്കേഷൻ ഫോർ ജോബ്സ്. പ്രൈമറി എഡ്യൂക്കേഷന് ഈ ഒരു അപ്രോച്ചിൽ ഇമ്പോർട്ടൻസ് വളരെ കുറവാണ് കൊടുക്കുന്നത്. കാരണം ഈ ഒരു മാൻ പവർ അപ്രോച്ച് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു ജോബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ലഭിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പ്രൈമറി എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഒന്നും ഈ ഒരു അപ്രോച്ചിൽ കൊടുക്കുന്നില്ല. ഓക്കെ, അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നെക്സ്റ്റ് it does not help much in planning for unskilled or rural job needs. ഇനി സ്കിൽഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ് നമ്മുടെ ചുറ്റുമുണ്ട്. റൂറൽ ഏരിയാസിൽ ഒരുപാട് ജോബ് ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ഒരു പ്രോപ്പർ പ്ലാനിങ്ങോ കാര്യമൊന്നും ഈ ഒരു മാൻ പവർ അപ്രോച്ചിൽ ഇല്ല. സ്കിൽഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം, അതിന് ബേസ് ചെയ്തിട്ട് ഭാവിയിൽ ഒരു ജോലി സ്വന്തമാക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണ്. അൺസ്കിൽഡ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, അവരുടെ ജോബ് നീഡിനെ ഒന്നും ഈ ഒരു പ്ലാനിങ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് ഇതിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. Next, it uses job education models from other countries that may not fit local needs. ഈ ഒരു മാൻ പവർ അപ്രോച്ചിൽ യൂസ് ചെയ്യുന്ന പല ജോബ് എഡ്യൂക്കേഷൻ മോഡൽസും മറ്റ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിനെ ഒക്കെ അഡ്മയർ ചെയ്തിട്ടുള്ളതാണ്. അത് മേ ബി നമ്മുടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്കോ ഫിറ്റ് ആവുന്നതായിരിക്കില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ എന്താണോ ആവശ്യം എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള ജോബ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലേ നമ്മൾ എടുക്കുക. യൂറോപ്യൻ കൺട്രീസിൽ വളരെ നല്ല എന്താ പറയാ ബെറ്റർ ജോബ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ അപ്പൊ ഇവരുടെ എഡ്യൂക്കേഷൻ മോഡൽ അധികവും യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ അതർ കൺട്രീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മോഡലാണ്. അത് നമ്മുടെ രാജ്യത്തിനെ ഫിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. It is hard to predict future job need due to changing economy and technology. ഓരോ ദിവസവും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളും നമ്മുടെ ടെക്നോളജിയും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ടെക്നോളജിയിൽ ഓരോ ദിവസവും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഫ്യൂച്ചർ ജോബ് ഇത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടും എന്നെല്ലാം ഇപ്പൊ പ്രൊഡിക്ട് ചെയ്യുന്നതിൽ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ടെക്നോളജി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. സോ ഫ്യൂച്ചർ ജോബ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. അത് നമുക്കൊരു പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് പോവാൻ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ കഴിഞ്ഞോളണം എന്നില്ല, ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇക്കോണമി ആൻഡ് ടെക്നോളജി. ഇത്രയാണ് മാൻ പവർ അപ്രോച്ചിൽ പറയാനുള്ളത്. ഇനി തേർഡ് അപ്രോച്ച് ആണ്. ഇപ്പൊ നമ്മൾ 2 അപ്രോച്ച് കഴിഞ്ഞു. സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചും ഡിസ്കസ് ചെയ്തു, മാൻ പവർ അപ്രോച്ചും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച്. ഈ ഒരു വേർഡിൽ തന്നെ എന്താണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതുണ്ട് കേട്ടോ. കോസ്റ്റ് ബെനിഫിറ്റ്. ദിസ് അപ്രോച്ച് കമ്പയർസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് ദ ഫ്യൂച്ചർ ബെനിഫിറ്റ്. ഈ ഒരു അപ്രോച്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷന് എത്രത്തോളം കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര പൈസ മുടക്കിയാണോ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ നേടിയെടുക്കുന്നത്, അതും നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റിനെയും എന്താണ് ഈ ഒരു അപ്രോച്ച് കമ്പയർ ചെയ്യും. ഇപ്പൊ ഞാനൊരു BSc അല്ലെങ്കിൽ ഒരു BSc കോഴ്സ് എടുക്കുകയാണ്, BSc കെമിസ്ട്രി ഓർ ഫിസിക്സ് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. 3 ഇയർ കോഴ്സ് ആണ്. അതിന് എനിക്ക് ഇത്ര രൂപ ഫീ ആയിട്ടും അല്ലെങ്കിൽ മറ്റു ട്രാൻസ്പോർട്ടേഷനും എല്ലാം ടോട്ടലി എനിക്കൊരു ഇത്ര ബഡ്ജറ്റ് വരും അല്ലേ ഞാനൊരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ കമ്പയർ ചെയ്യാണ്, ഭാവിയിൽ ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ടീച്ചിങ് ഫീൽഡിലോട്ടൊക്കെ കയറുകയാണെങ്കിൽ ഏകദേശം ഒരു എയ്ഡഡ് കോളേജിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിലൊക്കെ ഞാൻ കയറുകയാണെങ്കിൽ എനിക്ക് ഏകദേശം എത്ര രൂപ സാലറി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും ഫ്യൂച്ചറിൽ എനിക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റും തമ്മിൽ എന്താണ് ഈ ഒരു അപ്രോച്ച് കമ്പാരിസൺ നടത്തും. എഡ്യൂക്കേഷൻ ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മൾ വേറെ ഏതൊരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എഡ്യൂക്കേഷനും എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. നാളത്തെ
സത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാണ് എഡ്യൂക്കേഷനിൽ. സ്പെൻഡ് നൗ ഓൺ എഡ്യൂക്കേഷൻ ടു ഗെറ്റ് മോർ ഇൻകം ആൻഡ് ബെറ്റർ ജോബ്സ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ എന്ത് ചെയ്യണം, ഭാവിയിൽ നല്ലൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഒരു കോഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒരു 50,000 60,000 പെർ മന്ത് നമുക്കൊരു ഇൻകം ലഭിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഇല്ല. സോ നല്ല കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭാവിയിൽ നല്ലൊരു ബെറ്റർ ജോബും ബെറ്റർ ഇൻകമും ലഭിക്കാൻ സാധിക്കും. ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ഇഫ് ദ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് ഇസ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. നമ്മൾ പറഞ്ഞു ഈ ഒരു കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷനും ഫ്യൂച്ചർ ബെനിഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, ഈ ഒരു കോഴ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ആണ്, ഭാവിയിൽ എനിക്ക് 10,000 രൂപയൊക്കെ സാലറി കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു കമ്പാരിസൺ നടത്തുന്നതിലൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഇസ് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച്. ഇനി ഈ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചിൽ 2 ടൈപ്പ് ഓഫ് റിട്ടേൺസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ഭാവിയിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഹൈ ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ, അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പ്രൈവറ്റ് റിട്ടേൺസ് ആയിട്ടും നമുക്ക് ലഭിക്കും, സോഷ്യൽ റിട്ടേൺസും ഉണ്ടാവും. എന്താ പ്രൈവറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ? ബെനിഫിറ്റ്സ് ദ ഇൻഡിവിജ്വൽ റിസീവ്. എനിക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ ഞാൻ എന്ത് റിസീവ് ചെയ്യും എന്നുള്ളതാണ് പ്രൈവറ്റ് റിട്ടേൺ, എന്റെ സ്വന്തമായിട്ടുള്ളത്. ലൈക്ക് എ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. എനിക്ക് ഒരു ബെറ്റർ ജോബ് ലഭിക്കുമോ, എനിക്ക് ലഭിക്കാവുന്ന ഒരു ഇൻകം എന്തായിരിക്കും? പ്രൈവറ്റ് റിട്ടേൺ ഇസ് മെഷേർഡ് ബൈ കമ്പയറിംഗ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞ കാര്യം അല്ലെ, വിത്ത് ദ എക്സ്ട്രാ ഇൻകം ഏൺഡ്. ഞാൻ എന്റെ എഡ്യൂക്കേഷന് വേണ്ടി മുടക്കിയ ഫീസ്, എന്റെ ബുക്കുകളുടെ ചെലവുകള്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എന്റെ ടൈം, ഇതിനെല്ലാം എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്? ഭാവിയിൽ ഞാൻ നേടുന്ന ഇൻകമുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ലഭിക്കും എന്നുള്ളതാണ് പ്രൈവറ്റ് റിട്ടേൺ. ഓക്കെ, ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് സോഷ്യൽ റിട്ടേൺ. ബെനിഫിറ്റ്സ് ദ ഹോൾ സൊസൈറ്റി ഗെറ്റ് ഫ്രം ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ഞാനിപ്പോ ഒരു എഡ്യൂക്കേഷനിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഭാവിയിൽ സൊസൈറ്റിക്ക് എന്നെ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഡോക്ടർ, ഞാനൊരു MBBS ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഞാൻ പഠിച്ച എഡ്യൂക്കേഷൻ കൊണ്ട് സൊസൈറ്റിക്ക് ഒരു എന്തുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. അതാണ് സോഷ്യൽ റിട്ടേൺ എന്ന് പറയുന്നത്. സോഷ്യൽ റിട്ടേൺ ലുക്സ് അറ്റ് ഹൗ സൊസൈറ്റി ഇംപ്രൂവ്സ് വിത്ത് മോർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ അല്ലെ. ഞാനൊരു സ്കിൽഡ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് സൊസൈറ്റി എത്രത്തോളം ഇംപ്രൂവ് ആവാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉണ്ടാവുമ്പോൾ സൊസൈറ്റിക്ക് അതനുസരിച്ച് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് സോഷ്യൽ റിട്ടേൺ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കോസ്റ്റ് ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് എഡ്യൂക്കേഷനും നമ്മുടെ ഭാവിയിലുള്ള ഒരു റിട്ടേൺസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച്. നെക്സ്റ്റ് ഇസ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച്. ഇതും നമ്മുടെ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉള്ള ഒരു അപ്രോച്ച് തന്നെയാണ് കേട്ടോ. ദിസ് അപ്രോച്ച് സേസ് എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് ബിസിനസ്. ഏതൊരു ബിസിനസ്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത്, നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അല്ലെ. ഭാവിയിൽ നമുക്ക് അതിൽ നിന്ന് എന്താണ്, നല്ലൊരു റിട്ടേൺസ് ലഭിച്ചു തുടങ്ങും. ദ മണി സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ ഷുഡ് ഗീവ് റിട്ടേൺ. നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ എത്ര മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് പിന്നീട് എന്താണ്, ഒരു റിട്ടേൺ ആയിട്ട് ലഭിക്കേണ്ടതാണ്. ലൈക്ക് ഒരു ഹയർ ഇൻകം അല്ലെങ്കിൽ ബെറ്റർ ജോബിലൂടെയൊക്കെ നമുക്ക് അതിന്റെ റിട്ടേൺസ് ഭാവിയിൽ ലഭിക്കണം. അതാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിലും 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 അപ്രോച്ച് പിന്നെയും സബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച്, റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച്, കോസ്റ്റ് എഫക്റ്റീവ്നെസ് അപ്രോച്ച്. ഇതില് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്പയർസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് ദ ബെനിഫിറ്റ്സ് റിസീവ്ഡ് അല്ലെ. അതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച്. റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷേഴ്സ് ദ എക്സ്ട്രാ ഇൻകം ഗെയിൻഡ് ഡ്യൂ ടു മോർ എഡ്യൂക്കേഷൻ. ഞാൻ മോർ എഡ്യൂക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര എക്സ്ട്രാ ഇൻകം നേടാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം എന്താ, ഞാൻ PG എടുക്കാൻ തീരുമാനിക്കുകയാണ്, ഞാൻ അല്ലെങ്കിൽ ഒരു മോർ എഡ്യൂക്കേഷൻ എടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഒരു മോർ എഡ്യൂക്കേഷൻ എടുക്കുന്നതിലൂടെ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുമോ അല്ലെ. PGയും കൂടെ ഉണ്ടാവുമ്പോൾ എനിക്ക്
എനിക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ജോബ് അല്ലെങ്കിൽ ഒരു ബെറ്റർ സാലറി ആവശ്യപ്പെട്ടൂടെ? അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. Next is cost effectiveness approach focuses on getting the best result at the lower cost. Cost effectiveness ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്യാം, ലോവർ കോസ്റ്റിൽ അല്ലെങ്കിൽ ഏറ്റവും പണം കുറവുള്ള എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്ന് നമുക്കൊരു ബെറ്റർ റിസൾട്ട് ലഭിക്കുക എഫക്റ്റീവ് ആയിട്ട് അല്ലെ. വലിയ പണം മുടക്കൊന്നും ഇല്ലാത്തൊരു കോഴ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഭാവിയിൽ എനിക്ക് അതുകൊണ്ട് നല്ലൊരു ബെറ്റർ ഇൻകം അല്ലെങ്കിൽ ഒരു ബെറ്റർ ജോബ് ലഭിക്കുക. അതാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ പലതരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഉള്ളത്. നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഭാവിയിൽ ലഭിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കൂടുതൽ ഇൻകം ലഭിക്കുന്നു. ഇനി കുറച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഭാവിയിൽ ഒരു ബെറ്റർ റിട്ടേൺസ് ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് റേറ്റ് ഓഫ് റിട്ടേണിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതില് കുറച്ച് കീ പോയിന്റ്സും കൂടെ പറയുന്നുണ്ട്. ഈക്വൽ റിട്ടേൺസ് പ്രിൻസിപ്പിൾ. ഈക്വൽ റിട്ടേൺസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഷുഡ് ഗീവ് റിട്ടേൺസ് ഈക്വൽ ടു അതർ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ വേറെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഏതൊരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും റിട്ടേൺസ് ലഭിക്കണം അല്ലെ. അതാണ് ഈക്വൽ റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര റിട്ടേൺ ലഭിക്കുന്നു, അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് എന്ത് കിട്ടണം? റിട്ടേൺസ് ലഭിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ റിട്ടേൺ പ്രിൻസിപ്പിൾ. ഇനി ഒരു നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിൽ ചില ചാലഞ്ചസിനെ കുറിച്ച് പറയുന്നുണ്ട്. റിട്ടേൺസ് ഫ്രം എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ് ഓൺ മെനി പേഴ്സണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഇന്റലിജൻസ് ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാന്ന് വിചാരിക്കുക. എന്റെ IQ ലെവലൊക്കെ ഒരു മിഡിൽ ലെവലാണ്. ഞാൻ അത്ര ഭയങ്കര ഒരു ഹൈ ലെവൽ ഓഫ് IQ എന്നുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു MBBS പോലെയുള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഞാൻ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. MBBS പഠിക്കുമ്പോൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്കറിയാം. അതിനനുസരിച്ച് ഭാവിയിൽ എനിക്ക് നല്ലൊരു ഇൻകം ഉണ്ടായിക്കൊള്ളണം എന്നുണ്ട്, അല്ലെങ്കിൽ റിട്ടേൺ ഞാൻ എടുത്ത എഡ്യൂക്കേഷനിൽ നിന്നും എനിക്ക് നല്ലൊരു റിട്ടേൺ ലഭിച്ചോളണം എന്ന് നിർബന്ധമല്ല. കാരണം എന്റെ ഇന്റലിജൻസ് അനുസരിച്ചല്ലേ ഇരിക്കുക. ഞാൻ ചിലപ്പോൾ MBBS കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കാം അല്ലെ. അപ്പൊ എനിക്ക് ഭാവിയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഫാക്ടേഴ്സ് കൂടെ ഇതിലൊരു കാര്യമാണ്. നന്നായിട്ട് പഠിച്ച് പാസ്സായി നല്ലൊരു ഒരു സ്കില്ലുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് ഞാൻ മുടക്കിയ പൈസ എല്ലാം എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്, അല്ലെങ്കിൽ തുടർന്ന് എനിക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ പഠനം കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഭാവിയിൽ എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടും എന്നുള്ള ഉറപ്പൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ബിക്കോസ് ഓഫ് ദിസ് ഇറ്റ്സ് ഹാർഡ് ടു മെഷർ ദ എക്സാക്ട് റിട്ടേൺ ഫ്രം എഡ്യൂക്കേഷൻ. ഇതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണൽ ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ നിന്നും എനിക്ക് എക്സാക്ട് റിട്ടേൺ ലഭിക്കും അല്ലെങ്കിൽ എത്രത്തോളം കിട്ടും എന്നുള്ളതൊന്നും മെഷർ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. സോ ദിസ് മെത്തേഡ് ഇസ് നോട്ട് ഓഫൺ യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിൽ നമ്മൾ സാധാരണയായിട്ടും അങ്ങനെ എടുക്കാറില്ല. ഓക്കെ, കാരണം ഇത് മെഷർ ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്യാൻ മെഷർ പ്രൊഡക്ടിവിറ്റി. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ഹൗ മച്ച് എഡ്യൂക്കേഷൻ ഇൻക്രീസസ് എ പേഴ്സൺസ് എബിലിറ്റി ടു വർക്ക് ആൻഡ് ഏൺ മോർ. നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷനെ കൊണ്ട് എന്റെ എബിലിറ്റീസ് എന്തൊക്കെ എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിഞ്ഞു അല്ലെ, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു പ്രൊഡക്റ്റീവ് ആണ്, നമുക്ക് മെഷറബിൾ ആണ് അല്ലെ. നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ നമ്മളെല്ലാം നമുക്ക് ലഭിച്ച എഡ്യൂക്കേഷനെ കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും. സോ പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്.
links education with earnings, shows how spending more on education can increase income. ഇവിടെ നമുക്കറിയാം എഡ്യൂക്കേഷനും ഏർണിങ്സും തമ്മിൽ ലിങ്ക്ഡ് ആണ് അല്ലെ. ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ഏകദേശം ഈ ഒരു റേഞ്ച് ഓഫ് സാലറി ആയിരിക്കും. ഞാൻ PG കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് സാലറി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ നമ്മുടെ ഏർണിങ്സും എഡ്യൂക്കേഷനും തമ്മിൽ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം എഡ്യൂക്കേഷനിൽ എനിക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ഇൻകം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. Next, helps in planning. Can guide how much to invest in education, predict future benefits. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലെ, എഡ്യൂക്കേഷനിൽ എത്രത്തോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ലഭിക്കും എന്നുള്ള പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ പ്ലാനിങ് ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. Okay, coming to disadvantage of rate of return approach, salaries don't always show the true productivity. നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എത്ര നമ്മൾ ഏൺ ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു അല്ലെ. എപ്പോഴും നമുക്ക് കിട്ടുന്ന സാലറി നമ്മുടെ ട്രൂ പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നതാണോ? അല്ല. മേ ബി ചിലപ്പോ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കും, ആ ആള് മേ ബി വർക്ക് ചെയ്യുന്നത് 10,000-നോ 15,000-നോ ആയിരിക്കും. അയാൾക്ക് ലഭിക്കേണ്ട ആക്ച്വലി അയാൾക്ക് കിട്ടേണ്ട സാലറി അതായിരിക്കില്ല. ഇനി ഇൻ കേസ് അത്ര പ്രൊഡക്റ്റീവ് ഒന്നും അല്ലാത്ത, അത്ര സ്കിൽസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് മേ ബി 50K ഒക്കെ സാലറി ലഭിക്കും അല്ലെ. സോ സാലറി എത്ര ലഭിക്കുന്നു എന്നുള്ളത് ഒരാളുടെ ട്രൂ പ്രൊഡക്ടിവിറ്റി ഷോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കാര്യമൊന്നുമില്ല, അത് സത്യമല്ല എന്നാണ് പറയുന്നത്. It's hard to measure the real benefits of education. ഞാൻ എടുക്കുന്ന എഡ്യൂക്കേഷന് കൊണ്ട് എനിക്ക് എന്തൊക്കെ റിയൽ ബെനിഫിറ്റ് ഭാവിയിൽ ലഭിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതും മെഷർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് പിന്നീട് സംഭവിക്കുക എന്നുള്ളത്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇൻകം ഡിഫറൻസസ് മൈ നോട്ട് ബി ഡ്യൂ ടു എഡ്യൂക്കേഷൻ അലോൺ ബട്ട് ഓൾസോ ഡ്യൂ ടു ഫാമിലി ഹാബിറ്റ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇനി ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും പല ഇൻകം ആയിരിക്കും അല്ലെ, ഇൻകം ഡിഫറൻസസ് ഉണ്ടായിരിക്കും ഓരോരുത്തർക്കും. അത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ കൊണ്ട് മാത്രം വരുന്ന കാര്യമല്ല, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ പേഴ്സണൽ ഹാബിറ്റ്സ്, നമ്മുടെ ബാക്കി ചുറ്റുപാടുകൾ എല്ലാം അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കുള്ള ഇൻകം എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിശ്ചയിക്കുന്നത്. സോ ഒരേപോലെയുള്ള എഡ്യൂക്കേഷൻ എടുത്ത ആളുകൾക്ക് സെയിം സാലറി ലഭിച്ചോളണം ഒന്നുമില്ല. ഈ പേഴ്സണൽ ഫാക്ടേഴ്സും കൂടെ ഒരു എന്താ പറയാ അടിസ്ഥാനമായിട്ട് വരും. Okay, some say primary education gives the best return, but this method does not always agree. ചില ആളുകൾ പറയും അല്ലെ, പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നാണ് ലഭിക്കുക, അതാണ് നമുക്ക് ബെസ്റ്റ് റിട്ടേൺസ് തരിക എന്നൊക്കെ ചില ആളുകൾ പറയും. പക്ഷെ ഈ ഒരു മെത്തേഡ് ആ ഒരു കാര്യത്തിനോട് അംഗീകരിക്കുന്നില്ല. പ്രൈമറി എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് പറയുന്നില്ല. It's hard to plan educational investment because it's not easy to measure the exact benefits to individuals and society. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഫ്യൂച്ചറിൽ അത് നമുക്ക് എത്ര എക്സാക്ട് ബെനിഫിറ്റ് തരും, എനിക്ക് എത്ര ബെനിഫിറ്റ് തരും, അല്ലെങ്കിൽ എന്റെ സൊസൈറ്റിക്ക് എത്ര ബെനിഫിറ്റ് അതുകൊണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ മെഷറിങ് എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. Next approach ആണ് social justice approach. Okay, this method is about planning education to meet social or national goal. നമ്മുടെ സൊസൈറ്റിന്റെ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷനെ പ്ലാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. These goals are usually based on the country's laws and policies. അപ്പൊ നമ്മുടെ സൊസൈറ്റിന്റെ ഗോൾ എന്താണോ, നാഷണൽ ഗോൾ എന്താണോ, ഇതെല്ലാം നമ്മുടെ കൺട്രീന്റെ ലോ ആൻഡ് പോളിസി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സൊസൈറ്റി ഈ ഗോൾസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. മോസ്റ്റ് ഓഫ് ദീസ് ഗോൾസ് ഡിപ്പെൻഡ് അപ്പോൺ എഡ്യൂക്കേഷൻ. നമ്മുടെ നേഷന്റെ മോസ്റ്റ് ഓഫ് ദ ഗോൾസ്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിന്റെ മോസ്റ്റ് ഓഫ് ദ ഗോൾസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഗോൾസ് ആണ് നമ്മുടെ നേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം മസ്റ്റ് ഹെൽപ്പ് അച്ചീവ് ദീസ് സോഷ്യൽ ഗോൾസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഈ സൊസൈറ്റിയുടെ ഗോളും നാഷണൽ ഗോളും എല്ലാം അച്ചീവ് ചെയ്യാൻ
സഹായിക്കുന്ന തരത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരിക്കണം, വർക്ക് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് മസ്റ്റ് എയിം ടു അച്ചീവ് സോഷ്യൽ ഡെവലപ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എഡ്യൂക്കേഷൻ കാരണം സൊസൈറ്റിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സാധിക്കണം. ടു റീച്ച് ദാറ്റ് സോഷ്യൽ ജസ്റ്റിസ് മസ്റ്റ് കം ഫസ്റ്റ്. Social justice in education means giving equal chance and facilities to everyone. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം നമ്മുടെ എഡ്യൂക്കേഷനെ കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആൻഡ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ എഡ്യൂക്കേഷന് സാധിക്കണം. ഓക്കെ, സോ സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എവ്രി വൺ ഷുഡ് ഗെറ്റ് ദ ഈക്വൽ റൈറ്റ്, എവ്രി വൺ ഷുഡ് ഗെറ്റ് ദ ഈക്വൽ ഫെസിലിറ്റി ആൻഡ് ഈക്വൽ ചാൻസസ്. അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 45 എന്താ പറയുന്നത്? ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ദ ഏജ് 14. അല്ലെ, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 45 ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇതൊരു സോഷ്യൽ ജസ്റ്റിസ് ആണ്. നമ്മൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസ് കൊടുക്കണം, ഈക്വൽ ഫെസിലിറ്റി കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ഓൾസോ സ്പെഷ്യൽ ഹെൽപ്പ് ഷുഡ് ബി ഗിവൺ ടു പുവർ ആൻഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. ഈ ആർട്ടിക്കിൾ 45 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പാവപ്പെട്ട കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് എന്താണ്? സ്പെഷ്യൽ ഹെൽപ്പ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കണം. ദിസ് ഷോസ് ഹൗ സോഷ്യൽ ജസ്റ്റിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എഡ്യൂക്കേഷണൽ പ്ലാനിങ്. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൽ സോഷ്യൽ ജസ്റ്റിസിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. അല്ലെ, നമ്മുടെ ആർട്ടിക്കിൾ 45 പ്രകാരം തന്നെ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ ജസ്റ്റിസിന്റെയും സോഷ്യൽ ഈക്വാളിറ്റിന്റെയും എല്ലാം ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിൽ സോഷ്യൽ ജസ്റ്റിസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയാണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപോളേഷൻ അപ്രോച്ച്. This approach set goals for one part or feature of the education system. It estimates what the whole system will need to reach the goal. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പാസ്റ്റ് കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കണക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലോട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപോളേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂള്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഫെസിലിറ്റീസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇതിനെ എല്ലാം ഒരു ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലോട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് കേട്ടോ ഇത്. ഫോർ എക്സാമ്പിൾ, if the goal is to give primary education to all, planners must check how many teachers, buildings and books are needed. അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്താദ്യം പ്ലാൻ ചെയ്യണം? നമുക്ക് ഈ കുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സ് അവൈലബിൾ ആണോ, ബിൽഡിങ്സ് അവൈലബിൾ ആണോ, ബുക്സ് ആൻഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ? സോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇറ്റ് യൂസസ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു പ്ലാൻ ദീസ് നീഡ്സ്. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഇനി an example is India's 86th amendment ആക്ട് പ്രകാരം ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. 6 to 14 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നീഡിങ് കെയർഫുൾ പ്ലാനിങ് ടു അച്ചീവ്. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് തന്നെ വേണം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ റീജിയണിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഡാറ്റ നമുക്ക് വേണം, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ഇതിൽ എത്ര കുട്ടികൾ നിലവിൽ സ്കൂളിൽ വരുന്നുണ്ട്, എത്ര കുട്ടികളെ കൂടെ നമ്മൾ സ്കൂളിലോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. അപ്പൊ ഈ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റ വേണം, സ്റ്റാറ്റിസ്റ്റിക്സ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അപ്രോച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ഭാവിയിലോട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് intra-educational extrapolation approach എന്ന് പറയുന്നത്. The government launched programs like Sarva Shiksha Abhiyan (SSA)
to open new schools and improve existing ones. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡാറ്റ ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കണക്ക് നമ്മൾ ശേഖരിച്ചു, ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തു, നമ്മൾ അതിന്റെ ഒരു നമുക്കൊരു കണക്ക് കിട്ടി ഓൾറെഡി എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് മാത്രം മതിയോ? ഈ കുട്ടികളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള സ്കൂളും മെറ്റീരിയൽസും റിസോഴ്സും അവൈലബിൾ ആക്കണ്ടേ? സോ അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം പിന്നീട് നിലവിൽ കൊണ്ടുവന്നത്. ഓക്കെ, പുതിയ സ്കൂൾസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കൂളുകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാമാണ് ഗവൺമെന്റ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. ഓക്കെ, educational planning includes providing facilities through grants to support these goals. അപ്പോ എന്ത് ചെയ്തു, നമുക്ക് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു ഗോളിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക്, എന്തൊക്കെ ഫെസിലിറ്റി നമുക്ക് വേണം എന്നുള്ളതെല്ലാം നമുക്ക് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപോളേഷൻ അപ്രോച്ചിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്രോച്ച്, ലാസ്റ്റ് മോഡൽ ഓഫ് ദിസ് ചാപ്റ്റർ ആണ് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡൽ. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഇറ്റ് യൂസസ് ഫ്യൂച്ചർ പോപ്പുലേഷൻ സൈസ് ആൻഡ് ഏജ് ഡാറ്റ ടു പ്ലാൻ ദ എഡ്യൂക്കേഷണൽ നീഡ്സ്. നമ്മുടെ എഡ്യൂക്കേഷണൽ നീഡ്സിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പോപ്പുലേഷൻ സൈസ് ആൻഡ് ഏജ് ഡാറ്റ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ നമ്മളൊരു കണക്കെടുക്കുകയാണ്, അതായത് ഫ്യൂച്ചറിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു 6 to 14 വയസ്സ് വരെയുള്ള, അല്ലെങ്കിൽ ഒരു 5 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ എത്രത്തോളം ഉണ്ടായിരിക്കും, ആ ഒരു പോപ്പുലേഷൻ സൈസ് എത്രത്തോളം ഉണ്ടാവും ഫ്യൂച്ചറിൽ എന്നുള്ള ഒരു കണക്ക് നമ്മൾ ഓൾറെഡി എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഡാറ്റയിലുള്ള കുട്ടികൾ എത്രത്തോളം ഉണ്ടാവും എന്നുള്ള ആ ഒരു കണക്ക് ഓൾറെഡി നമ്മൾ എടുത്തിട്ട് നമ്മൾ എഡ്യൂക്കേഷണൽ പ്ലാനിങ് ചെയ്യുന്നതിനെയാണ് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് എസ്റ്റിമേറ്റ് ഹൗ മെനി സ്കൂൾസ്, ടീച്ചേഴ്സ് ആൻഡ് റിസോഴ്സസ് വിൽ ബി നീഡഡ്. ഇപ്പൊ നമ്മുടെ ഡാറ്റ നമുക്ക് കാണിക്കുകയാണ് 3 വർഷം കഴിഞ്ഞാല് നമ്മളെ സ്കൂളുകളിൽ 10th ബാച്ചിൽ നമുക്ക് 60ഓളം കുട്ടികളുണ്ട്. ഇപ്പൊ നിലവിൽ 30 കുട്ടികളെ 10th ബാച്ചിലുള്ളൂ. പക്ഷെ 3 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 7th ഗ്രേഡ് ഇനി 10th എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി കുട്ടികൾ ഉണ്ടാവും എന്നുള്ളൊരു ഡാറ്റ ഓൾറെഡി നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് എത്ര ടീച്ചേഴ്സിനെ കൂടെ നിയമിക്കേണ്ടി വരും. അപ്പൊ 30 ഉള്ളിടത്ത് 60 കുട്ടികൾ വരുമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ 3 വർഷത്തിന് ശേഷം കാണേണ്ടി വരും അല്ലെ. സോ അത്തരം റിസോഴ്സ് എന്തൊക്കെ ആവശ്യമായിട്ട് വരും, എത്ര സ്കൂളുകൾ ആവശ്യമായിട്ട് വരും, എത്ര ടീച്ചേഴ്സിന് ആവശ്യമായിട്ട് വരും എന്നെല്ലാം നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ ഒരു ഏജ് ഡാറ്റ എടുക്കുന്നതിലൂടെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ദിസ് മോഡൽ ഇസ് ഇമ്പോർട്ടന്റ് ഇൻ പ്ലാനിംഗ് ഫോർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനെയൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം നമുക്ക് ഈ ഒരു ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഫ്യൂച്ചറിനെ ഓൾറെഡി നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളും ഒരുക്കങ്ങളും എല്ലാം നമുക്ക് മുൻകൂട്ടി കാണാനും അത് സാധിച്ചെടുക്കാനും കഴിയും. ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ ഹെൽപ്സ് പ്ലാൻ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ പോപ്പുലേഷൻ സൈസ് ആൻഡ് ഏജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ടെൽസ് ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ബി ദേർ അറ്റ് എ സർട്ടൈൻ ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര കുട്ടികൾ പഠിക്കാനുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ നമുക്ക് ഓൾറെഡി ഈ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡലിലൂടെ ലഭിക്കും. Usually we know the size of students age group 5 to 6 years in advance. അതായത് 5 or 6 വർഷം മുന്നേ തന്നെ നമുക്ക് ഇപ്പൊ 10th ഒരു 6 വർഷം കഴിയുമ്പോൾ 10th എത്ര കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര സൈസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇൻ അഡ്വാൻസ് നമുക്ക് ഇപ്പൊ തന്നെ എന്താണ് ഒരു ധാരണ ലഭിക്കും. സോ നമുക്കൊരു 6 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സും കാര്യങ്ങളും എടുക്കാൻ സാധിക്കും. മിസ്റ്റേക്സ് ക്യാൻ ഹാപ്പൻ വെൻ സ്റ്റുഡൻസ് ചൂസ് ഡിഫറെന്റ് പാത്സ് വൈൽ എഫക്ടിങ് പ്ലാനിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇപ്പോ 5th
20 കുട്ടികളുണ്ട്. ഇവർ ഇനി 10th എത്തുമ്പോഴേക്കും 60 കുട്ടികളാവും എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അതനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സിനെയും ബിൽഡിംഗ് എല്ലാം പുതിയത് ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഇറക്കി. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല. മേ ബി 5th പല കുട്ടികളും 8th എത്തുമ്പോഴേക്കും സ്കൂള് മാറാം, അവരല്ലെങ്കിൽ വേറെ രാജ്യത്തോട്ട് പോവാം. സോ ഇവര് ഡിഫറെന്റ് ആയിട്ടുള്ള പാത്തുകൾ ചൂസ് ചെയ്യാം. സോ നമുക്ക് ഒരിക്കലും ഒരു ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല ഇത് വർക്ക് ആവോ എന്നുള്ളത്. മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് ചിലപ്പോൾ പ്ലാനിങ്ങിനെ എഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. നമ്മൾ ഒരു ചെറിയ ചാപ്റ്റർ ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേരിയസ് ആയിട്ടുള്ള അപ്രോച്ചസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓരോ അപ്രോച്ചും ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹെഡിങ്സ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കണ്ടന്റ് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്, സൊസൈറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെ, നമ്മുടെ എഡ്യൂക്കേഷൻ ഭാവിയിൽ നമുക്ക് എത്രത്തോളം റിട്ടേൺ കൊണ്ടുവരും എന്നുള്ളത്. ഇൻട്രാ എഡ്യൂക്കേഷൻ എക്സ്ട്രാപൊളേഷൻ. ഇൻട്രാ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ സാഹചര്യം, എക്സ്ട്രാ നമ്മുടെ ഭാവിയിലോട്ടുള്ള പല കാര്യത്തിനെയും നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. പിന്നെ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡൽ, സോഷ്യൽ ജസ്റ്റിസ് മോഡൽ, ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം, അല്ലെ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഫെസിലിറ്റീസും ഈക്വൽ ചാൻസും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക. സോ ഈ എല്ലാ അപ്രോച്ചസിന്റെയും ഹെഡിങ്ങിൽ തന്നെ അതിന്റെ ഒരു ഉള്ളടക്കം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഐ ഹോപ്പ് ഒരു ചെറിയ ചാപ്റ്റർ ആണ്, ഈ അപ്രോച്ചസിനെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ, പഠിക്കാൻ എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തായാലും ഗോ ത്രൂ ചെയ്ത് നോക്കുക. സ്ലൈഡ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.